കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ഡിസംബർ 3-4 തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ ഡിസംബർ 3-4 തീയതികളിൽ ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തും. തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ, ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശം എന്ന മുദ്രാവാക്യമുറുതിയാണ് സംസ്ഥാന വിദ്യാഭ്യാസ ജാഥ പര്യടനം നടത്തുന്നത്. നവംബർ 14-ന് കാസർഗോഡ് നിന്നും ആരംഭിച്ച ജാഥ ഡിസംബർ 10-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. എന്തുകൊണ്ടാണ് പരിഷത്ത് ഇങ്ങനെ ഒരു ജാഥയുമായി ഇറങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണമുണ്ട്. ഒരു ജിയോ അതിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിരിക്കുന്ന ഒരു ലഘുലേഖയാണ്, ഒരു ഓർഡറാണ്. ആ ഓർഡറിൽ പറയുന്നത് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഈ വർഷം മുതൽ 30% എങ്കിലും മാർക്ക് ലഭിക്കാത്ത കുട്ടികളെ 8ാം ക്ലാസ്സിൽ അവരെ തോൽപ്പിക്കും. 9ാം ക്ലാസ്സിൽ വീണ്ടും 30% ഇല്ലാത്തവരെ തോൽപ്പിക്കും. 10ാം ക്ലാസ്സിൽ വീണ്ടും തോൽപ്പിക്കും. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താമെന്നൊരു ആശയമാണ് ആ ഓർഡർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിന് ആധാരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ്. നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ A+ വാങ്ങി പാസ്സാവുന്നു. പക്ഷേ അവരിൽ എഴുത്തും വായന അറിയാവുന്നവർ കുറവാണ് എന്നൊരു പരാമർശം അദ്ദേഹം നടത്തി. അതിൻ്റെ ചൂട് പിടിച്ചാണ് ഈ ഓർഡർ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഓർഡർ കൊണ്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമോ? ഇതാണ് പരിഷത്ത് ചോദിക്കുന്നത്.